ഹായ് സുഹൃത്തുക്കളെ, കുറേ നാളുകൾക്ക് ശേഷമാണ് JKDK വ്ളോഗ്സ് ഒരു മുഴുനീള വീഡിയോയുമായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എരുമേലി KSRTC ബസ് സ്റ്റാൻഡിലാണ്. മകരവിളക്കിന് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. ഒരു സീസണിൽ മാത്രം തിരക്കുള്ള നാട് അതാണ് എരുമേലി. മതമൈത്രിയുടെ ഈറ്റില്ലം, അങ്ങനെ നിരവധി വർണ്ണനകൾ ഉള്ള നാട്. നമുക്കാദ്യം ഈ നാട്ടുകാർക്ക് പോലും ഒരുപക്ഷെ അറിയാത്ത ഒരു കുളം കണ്ടാലോ? രുതിരക്കുളം. സാക്ഷാൽ അയ്യപ്പസ്വാമി മഹിഷി നിഗ്രഹത്തിന് ശേഷം തൻ്റെ ഉടവാൾ കഴുകിയ കുളം. ഇപ്പോൾ ഈ കുളത്തിൻ്റെ അവസ്ഥ നമുക്കൊന്ന് കണ്ടു നോക്കാം. ചുറ്റും ഭിത്തിയും കെട്ടി കമ്പിവേലിയും ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കുളം കാണാത്ത വിധം കാട് പിടിച്ചിരിക്കുന്നു. ദുർഗന്ധം അതിലേറെ. കുളിയും നനയും എല്ലാം അതിനോട് ചേർന്ന് തന്നെ. കുളം മലിനമാകാൻ ഇതുപോരെ? പറയുമ്പോൾ നമുക്ക് ചരിത്രം കൊട്ടിഘോഷിക്കാം. പക്ഷേ ഇതൊന്നും സംരക്ഷിക്കാൻ ആരുമില്ല. 2-3 വർഷം കഴിയുമ്പോൾ ഈ കുളം കാടുപിടിച്ച് ഇല്ലാതാകുന്ന അവസ്ഥ വിദൂരമല്ല. മണ്ഡലകാലത്തെ മറ്റൊരു കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. വിവിധ നിറങ്ങളിലുള്ള ചായങ്ങൾ, പാണലിലകൾ, വാളുകൾ, ഗദകൾ ഇവയെല്ലാം എരുമേലിയിലെ കടകളിൽ സുലഭമാണ്. ഇത് എരുമേലി പേട്ട തുള്ളുന്ന അയ്യപ്പന്മാർക്ക് വേണ്ടിയാണ്. കാല് പൊള്ളാതിരിക്കാനാണ് റോഡ് നനച്ചിരുന്നത്, അയ്യപ്പന്മാർക്ക് പേട്ട തുള്ളാൻ വേണ്ടി. ഇവിടെ മാത്രമേ ഉള്ളൂ, അവിടെ വരെ മതിയല്ലോ, അത് പെട്ടെന്ന് ഉണങ്ങുന്ന. ഇവരൊരുങ്ങുന്നതാണോ? വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർ ചെറു സംഘങ്ങളായി ശരീരത്തിൽ ചായം പുരട്ടി പാണലിലകൾ കൈകളിൽ പിടിച്ച് വാളും ഗദയും ഉയർത്തിപ്പിടിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കൊച്ചമ്പലത്തിൽ നിന്നും പേട്ട കെട്ടി വാവരു സ്വാമിയെയും വണങ്ങി റോഡിലൂടെ അവർ ആവേശത്തിൽ പേട്ട തുള്ളും. ഭക്തിപരമായ ആ കാഴ്ച തന്നെ അതിമനോഹരം. ഈ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർ ഇവിടെ പേട്ട തുള്ളാറില്ല. കാരണം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.
ഈ പേട്ടതുള്ളലിൻ്റെ ചരിത്രം പറയുന്നത് ഇങ്ങനെ. അയ്യപ്പൻ പുലിപ്പാലിനായി നമ്മുടെ നാട്ടിൽ എത്തി. ശാപം കിട്ടിയ മഹിഷി നാട്ടിലുള്ളവരെ വധിക്കുകയും നാട് തന്നെ നശിപ്പിക്കുകയും എന്ന അവസ്ഥയിലെത്തി. മഹിഷി നിഗ്രഹത്തിനായി കൂടി അവതാരം എടുത്ത അയ്യപ്പൻ മഹിഷിയെ വധിക്കുകയും വധിക്കപ്പെട്ട മഹിഷിയുടെ തല എരുമയുടെ രൂപസാദൃശ്യം ഉള്ളതിനാൽ ഈ പ്രദേശം എരുമകൊല്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് എരുമേലിയായി മാറുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായി ആണ് അയ്യപ്പന്മാർ ഇവിടെ പേട്ടതുള്ളുന്നത്. വലിയമ്പലത്തിലാണ് പേട്ടതുള്ളി അവസാനിപ്പിക്കുന്നത്. രുതിരക്കുളവും പുത്തൻ വീടും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രുതിരക്കുളത്തിൽ വാൾ കഴുകുകയും തൊട്ടടുത്തുള്ള പുത്തൻ വീട്ടിൽ അയ്യപ്പൻ ഒരു രാത്രി അന്തി ഉറങ്ങുകയും ചെയ്തിരുന്നു എന്നാണ് ഐതിഹ്യം. ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ ആലങ്ങാട്ട് പേട്ടതുള്ളലാണ് ഇനിയുള്ളത്. ഇതുവരെ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം.